സ്റ്റഡി സിസ്റ്റം എങ്ങനെയാണ് PSC പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിലെന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാകണം? എങ്ങനെ നമുക്കൊരു ഫെയിൽ പ്രൂഫ് ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫെയിൽ പ്രൂഫ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്റ്റഡീസിനെ മുന്നോട്ട് കൊണ്ടുപോകാം? അതാണ് ഇന്നത്തെ ടോപ്പിക്. PSC പഠിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ആദ്യം പറയാം. ഒന്ന്, ഒരുപാട് സ്ട്രെസ്സും അതുപോലെ തന്നെ കോൺടെസ്റ്റ് ഒന്നും അത്ര ഒരു പെർഫെക്റ്റ് അല്ല. ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയെ പോലെ പഠനത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാനും അതിനു വേണ്ടി മാത്രം ഇരിക്കാനൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ കുറഞ്ഞ ആളുകൾക്കേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. സ്റ്റഡി എങ്ങനെ ആയിരിക്കണം? നമുക്കൊക്കെ 24 hours ഉണ്ട് അല്ലെ? 24 hours എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ഒരു ദിവസം കുറഞ്ഞൊന്നും തോന്നില്ല. ആദ്യം 24 hours നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ വിട്ടുക. ബാക്കി എത്ര സമയം കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 3 hours ഡെയിലി ഫ്രീ കിട്ടുന്നുണ്ട്. ഈ 3 hours എന്ന് പറഞ്ഞാൽ 3×18 180 മിനിറ്റ് അല്ലെ? 3 hours 180 മിനിറ്റ്. ഈ 180 മിനിറ്റ് അല്ലെ 200 മിനിറ്റ് വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. അത് ഈ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. നിരന്തര പരിശ്രമങ്ങളുടെ ഫലം അപാരമാണ് എന്നാണ്. നിരന്തര പരിശ്രമങ്ങളുടെ ഫലം അപാരമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ശിവകേര അദ്ദേഹത്തിന്റെ യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം ഫിക്സ് ചെയ്തു. രണ്ടാമത് സ്ഥലം ഫിക്സ് ചെയ്യണം. എവിടെ നിന്ന് പഠിക്കും, എവിടെ ഇരുന്ന് പഠിക്കും? നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ടേബിളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ടേബിളും സംവിധാനമൊക്കെ നമ്മൾ വീട്ടിൽ ഒരുക്കണം. ഇതൊക്കെ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു സ്റ്റഡി സംവിധാനം, വേഴ്സ് ടു സ്റ്റഡി, എവിടെയാണ് ഇരുന്ന് പഠിക്കേണ്ടത്? നമ്മൾ ഇരിക്കണം. ഇപ്പൊ മടി വരും ഒരു ദിവസം, എല്ലാ ദിവസവും ഇങ്ങനെ മോട്ടിവേഷൻ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ മടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു 10 മിനിറ്റ് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ടേബിളിന്റെ മുമ്പിൽ ഇരിക്കുന്നു, പുസ്തകം തുറക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മൾ പിന്നെയും ട്രാക്കിലേക്ക് വരും. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ മിനിറ്റ് മുതൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠനത്തിൽ തന്നെ പൊയ്ക്കോളും. ഈ തുടങ്ങി കിട്ടാനാണ് പണി. ഇപ്പോഴും നിങ്ങൾക്ക് ആലോചിക്കാണ്, ഈ ക്ലാസ്, ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഒന്ന് പഠിക്കാനിരുന്ന് നോക്കും. അപ്പം പഠിക്കാനുള്ള ഒരു സ്ഥലം നിജപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തത് മെറ്റീരിയൽസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വേണം. റീഡിങ് മെറ്റീരിയൽസ് പുസ്തകമായിട്ട് തന്നെ. എപ്പോഴും മൊബൈൽ ഫോൺ നോക്കി പഠിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അത് അതിനേക്കാളും നല്ലത് നിങ്ങൾ റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകങ്ങൾ, PSCക്ക് വേണ്ടി പഠിക്കേണ്ട പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് അത് നോക്കി അടിവരായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മളെടുത്ത് വേണം. അതില്ലാതെ PSCക്ക് നിങ്ങൾ ഇറങ്ങണ്ട. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് വാങ്ങാതെ നിങ്ങൾ തുടങ്ങേ വേണ്ട. എന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ളതിന്റെ ഉത്തരം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് മുഴുവൻ വാങ്ങി സെറ്റാക്കി വെക്കണം. അതാണ് മൂന്നാമത്. ഇനി നാലാമത്തത്, നമുക്ക് കൃത്യമായിട്ട് എക്സാം നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ഒരു സംവിധാനം വേണം. അതിന് നമ്മൾ ഒരു തൊഴിൽ പ്രസിദ്ധീകരണം നമ്മളെ കയ്യിൽ വാങ്ങണം. തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഏതെങ്കിലും ഒന്ന്. അതിലുള്ള പരീക്ഷകൾക്കൊക്കെ അപേക്ഷ കൊടുക്കണം. അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് പലതും വരും. അതൊക്കെ ഉപയോഗിക്കാം. സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അത് ചെയ്തു നോക്കാം. പലതും ചെയ്യും. ഓക്കെ, ഇനി അഞ്ചാമത്തത്, നിങ്ങൾ പഠിക്കുന്നത് റിവിഷൻ നടത്താൻ പറ്റുമെന്ന് മാത്രമേ പഠിക്കാവൂ. ഒരു പുസ്തകം വായിക്കാൻ പോവുകയാണ്. ആ പുസ്തകം റിവിഷൻ നടത്താൻ പറ്റുമെങ്കിൽ മാത്രം അത് വായിക്കണ്ടു. ഒരു വീഡിയോ കേൾക്കുകയാണ്. ആ വീഡിയോ റിവിഷൻ നടത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ കേൾക്കണ്ടു. ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യം കൃത്യമായിട്ട് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെയ്യേണ്ടത് ഈ കാര്യമാണ്.
വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പഠനത്തിനുള്ള മെറ്റീരിയൽസ് അത് കൃത്യമാക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമുള്ള മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരണം. ആ 5 കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട, ഒരു ടൂറിന് പോകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ, PSCയുമായി പ്രിപ്പറേഷന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.